അതാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ ഇൻഷുറൻസിലൂടെ അതാണ് സാധ്യമായിട്ടുള്ളത്. പ്രവാസ ലോകത്തുള്ള ലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യര്, അവിടെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യര്, ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന മനുഷ്യര്, മാസാമാസം കിട്ടുന്ന ശമ്പളം വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവസാനം കടമായി തിരിച്ചു വരുന്ന ആളുകള്, ലോൺ എടുത്തുകൊണ്ട് ലീവിന് നാട്ടിലേക്ക് വരുന്ന ആളുകള്, അവരുടെ ഭാര്യക്കോ അച്ഛനമ്മമാർക്കോ കുഞ്ഞുങ്ങൾക്കോ ചികിത്സ നിഷേധിക്കപ്പെടുമ്പോ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് നോർക്കയുടെ നേതൃത്വത്തിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാനും സൈതാൽത്യാഗി ബാദുഷി പ്രവാസി സംഘത്തിന്റെ ഈ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും കേരളത്തിന്റെ ഗവൺമെന്റിനോട് പറഞ്ഞു, അത് മാത്രം പോരാ, വിദേശത്ത് ഇപ്പൊ ചെലവഴിക്കുന്ന ആളുകൾ മാത്രം പോരാ, തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട് ഇവിടെ. 10-17 ലക്ഷത്തോളം വന്നിട്ടുള്ള പ്രവാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെ കൂടി നിങ്ങൾ പരിഗണിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും അനുകൂലമായിക്കൊണ്ടുള്ള മറുപടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ഗവൺമെന്റും നോർക്ക ഡിപ്പാർട്ട്മെന്റും പറയുന്നു, അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വന്നിട്ടുള്ള മുഴുവൻ പ്രവാസികളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഇൻഷുറൻസ് സമ്പൂർണ്ണമാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നാന്ദി കുറിക്കാൻ കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എത്രയധികം കാര്യങ്ങളാണ് പ്രവാസി സംഘം എന്ന് പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായിക്കൊണ്ട് നിരന്തരമായിക്കൊണ്ട് താഴെ ഘടകങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന നേതാക്കന്മാരായതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നോർക്ക റൂട്ട്സ്, പ്രവാസി ക്ഷേമനിധി ബോർഡ് 2014 ഗവൺമെന്റ് 2016